ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 താരലേലത്തിൽ ഫ്രാഞ്ചൈസികൾ നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങളുടെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ലൈക്ലി റിട്ടൻഷൻ ലിസ്റ്റായിരുന്നു ഇന്നലെ ഞാൻ ചെയ്തത്. ഇപ്പോൾ എത്തിയിട്ടുള്ളത് എൻ്റെ രണ്ടാം പാർട്ടുമായിട്ടാണ്. രണ്ടാം പാർട്ടിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ CSKയുടെ റിട്ടൻഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം CSK കുറിച്ചുള്ള അപ്ഡേറ്റ് നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരുപാട് തവണ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് MSD അടുത്ത IPL കളിക്കുമോ ഇല്ലയോ എന്നത്. നമുക്കറിയാം, അദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെന്നൈ അതായത് IPL റൂൾ പ്രകാരം 5 to 6 പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റായിട്ടും CSK നിരയിൽ MSD അടുത്ത IPL കളിക്കും. നമുക്കറിയാം, IPL ഫ്രാഞ്ചൈസി ഓണേഴ്സിന് ഒരു മീറ്റിങ്ങിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 5 to 6 പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ്. സോ അതിനാൽ തന്നെ MSD അടുത്ത IPL കളിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ റിട്ടൻഷൻ ലിസ്റ്റിൽ, അതായത് നിലവിലത്തെ സാധ്യതകൾ കണക്കിലെടുത്താൽ ആരൊക്കെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ റിട്ടൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്നത്? ഫസ്റ്റ് മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുൻ ക്യാപ്റ്റനും അവരുടെ പ്രധാനപ്പെട്ട താരവുമായിട്ടുള്ള MSD എന്തായാലും CSKയുടെ റിട്ടൻഷൻ ലിസ്റ്റിൽ ഉണ്ടാകും. രണ്ടാമത്തെ താരം അവരുടെ നിലവിലത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദാണ്. വളരെ മികച്ച ഫോമിൽ തന്നെയാണ് CSK നായകൻ കഴിഞ്ഞ സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. ഒപ്പം അദ്ദേഹം അതിനുശേഷമുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കാര്യമായിട്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനം കിട്ടില്ലെങ്കിൽ പോലും മികച്ച പ്രകടനം തന്നെയാണ് ഋതുരാജ് ഗെയ്ക്വാദ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ MSDയും ഗെയ്ക്വാദും മുൻ ക്യാപ്റ്റനും ഇപ്പോഴത്തെ CSK ക്യാപ്റ്റനും എന്തായാലും CSKയുടെ റിട്ടൻഷൻ ലിസ്റ്റിൽ ഉണ്ടാകും. അപ്പോൾ ഋതുരാജിനും അതോടൊപ്പം തന്നെ ധോണിക്കും പുറമെ മതീഷ പതിരാണ, ശ്രീലങ്കൻ താരമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ IPL ഏറ്റവും കീ ബൗളറായിട്ടുള്ള മതീഷ പതിരണയും CSK ഫോറിൻ പ്ലെയറായി റീറ്റെയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റാർ ഓൾറൗണ്ടേഴ്സായിട്ടുള്ള രവീന്ദ്ര ജഡേജ, ശിവം ഡ്യൂബെ എന്നിവരെ കൂടി CSK റീറ്റെയിൻ ചെയ്യും. സോ ഇതാണ് CSKയുടെ ഒരു പ്രോബബിൾ 5 പ്ലെയേഴ്സ് റീറ്റെയിൻ. അവരുടെ 5, അതായത് അവരുടെ നിലവിലത്തെ സാധ്യതകൾ കണക്കിലെടുത്താൽ അവർ റീറ്റെയിൻ ചെയ്യാൻ പോകുന്ന ഒരു 5 താരങ്ങൾ ഇവരൊക്കെയാണ്: മഹേന്ദ്ര സിംഗ് ധോണി, ഋതുരാജ് ഗെയ്ക്വാദ്, മതീഷ പതിരണ, ശിവം ഡ്യൂബെ ആൻഡ് രവീന്ദ്ര ജഡേജ. അതോടൊപ്പം തന്നെ ഇനിയൊരു RTM റൂള് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം RCBയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒരു RTM റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു താരത്തെ കാമറോൺ ഗ്രീനെ കൊണ്ടുവരുമെന്നൊരു അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ CSK സംബന്ധിച്ച് അവർ നിലവിലത്തെ സാധ്യത പ്രകാരം റീറ്റെയിൻ ചെയ്യാൻ പോകുന്ന 5 താരങ്ങൾ ഇവരാണ്: ധോണി, ഋതുരാജ്, ജഡേജ, പതിരാണ ആൻഡ് ശിവം ഡ്യൂബെ. ഇനി RTM റൂൾ CSK യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവർ യൂസ് ചെയ്യാൻ പോകുന്നത് ഡെവൺ കോൺവേയ്ക്ക് വേണ്ടിയായിരിക്കും. CSKയുടെ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. കഴിഞ്ഞ സീസണിൽ കോൺവേയ്ക്ക് പരിക്ക് മൂലം ചെന്നൈക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് പകരം രജിൻ രവീന്ദ്രയായിരുന്നു CSK വേണ്ടി ഓപ്പൺ ചെയ്തത്. പക്ഷേ രജിന് കാര്യമായിട്ട് കഴിഞ്ഞ IPL ഒന്നും CSKയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല. സോ ഇത്തവണ രജിനെ CSK റിലീസ് ചെയ്യും. പിന്നെ നമുക്കറിയാം, ഡെവൺ കോൺവേ CSK റീറ്റെയിൻ ചെയ്യാൻ ഉള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇനി ഒരു പക്ഷേ RTM റൂൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ CSK ഒരു പക്ഷേ ഡെവൺ കോൺവേ ആയിരിക്കും ആ ഒരു റൂൾ പ്രകാരം കൂടാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ IPL 2025 ഒരു പ്രോബബിൾ റിട്ടൻഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ധോണി, ഋതുരാജ്, അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ, ശിവം ഡ്യൂബെ എന്നിവർക്കൊപ്പം ശ്രീലങ്കൻ ഫാസ്റ്റ് ബൗളറായിട്ടുള്ള മതീഷ പതിരണയെ കൂടി ചെന്നൈ നിലനിർത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.